പാലാഴിമഥനം എല്ലാവർക്കും അറിയുന്നതും അത് ആവശ്യത്തിൽ കൂടുതൽ വിസ്തരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കഥയാണ്. മുന്നേ ഞാൻ പറഞ്ഞു, യോഗവിദ്യയാണ്. നട്ടെല്ലാണ് മന്ദരപർവ്വതം. ആ നട്ടെല്ലിനെ കടകോലാക്കിയിട്ട് ഇടാ പിങ്കള എന്നുള്ള 2 നാഡികളെ, സുഷുമ്നെ കടകോലാക്കി ഇടയും പിങ്കളയും, സൂര്യനാഡി ചന്ദ്രനാഡി, ഇത് രണ്ടിനെയും കടകോലാക്കിയിട്ട് രാഗവും ദ്വേഷവും കടഞ്ഞതാണ്. രാഗം ദേവന്മാർ, ദ്വേഷം അസുരന്മാർ. ഇത് കടഞ്ഞാൽ ബ്രഹ്മജ്ഞാനാകണം, അമൃത് ലഭിക്കും. ഇതാണ് പാലാഴിമഥനം കഥ. അപ്പോൾ അതിൽ മായ കൊണ്ട് ഭ്രമം സംഭവിക്കും. പ്രത്യേകിച്ച് ദ്വേഷം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തങ്ങൾ ചെയ്യുന്ന എഫർട്ടിൽ, ഉപാസനയിൽ ദ്വേഷം കൂടുതലുള്ള ഉപാസകരാണെങ്കിൽ അവർക്ക് അഹങ്കാരം വരും. അതിൻ്റെ ചില സിദ്ധികളൊക്കെ വരുമ്പോൾ ആ സിദ്ധികളാണ് ഈ ലക്ഷ്മിയും ചന്ദ്രനും ധന്വന്തരിയും ഒക്കെ സിദ്ധികളാണ്. പക്ഷെ ആദ്യം കത്തുക കർമ്മം കത്തുമ്പോൾ വിഷം വരും. കാളകൂടെന്ന് പറയണത് പ്രപഞ്ചത്തിൻ്റെ കർമ്മവശമാണ്. അത് സ്വീകരിക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല, ആത്മാവിനെ പറ്റുള്ളൂ. കർമ്മത്തിൻ്റെ വിഷത്തിനെ സ്വീകരിക്കാൻ ആത്മാവിനെ പറ്റുള്ളൂ, കത്തിച്ച് കളയാനും പറ്റില്ല. സ്വീകരിച്ച് വയ്ക്കുക, സ്റ്റോക്ക് ഷെൽഫിലെടുത്ത് വെക്കണമാതിരി വയ്ക്കുക. അത് ചെയ്തത് ശുദ്ധ പരമാത്മസ്വരൂപമായിട്ടുള്ള ശിവനാണ്. എവിടെ വെച്ച്? വിശുദ്ധി ചക്രത്തിലാണ് വെച്ചത്. ഏറ്റവും ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ഭാഗം ഇതാണെന്നാണ്. നമ്മുടെയൊക്കെ കർമ്മത്തിൻ്റെ സ്ഥാനം കഴുത്താണ്. കർമ്മം കത്തിക്കാനുള്ള പ്രയോഗങ്ങളൊക്കെ വിശുദ്ധി ചക്രത്തിലാണ് ചെയ്യുക. നീലകണ്ഠൻ്റെ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം നമ്മുടെ ഈ നന്ദ്യാർവട്ട പൂ മതി, അല്ലെങ്കിൽ വെളുത്ത റോസോ, വെളുത്ത പൂവായിരിക്കണം, രാത്രി വിരിയണ പൂവായിരിക്കണം, മുല്ല പാടില്ല. പ്രയോഗമൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു ഏകദേശം ഐഡിയയ്ക്ക് പറഞ്ഞു തരികയാണ്. ഈ പൂ എടുത്തിട്ട് ഈ മന്ത്രം ഒരു നിശ്ചിത സംഖ്യ ജപിച്ചിട്ട് കഴുത്തിൻ്റെ അവിടേക്ക് പിടിച്ചിട്ട് ഒരു ശ്വാസക്രിയ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ പൂ നീലയ്ക്കും. ഈ പൂ നീല നിറവും. ഇത് ഉഴിഞ്ഞൊഴിഞ്ഞ് കളയണം. ശരീരത്തിൽ താപം കൂടും, കർമ്മം കത്തി 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 പോവും. ചിലപ്പോൾ അസുഖങ്ങൾ വരും, തളർന്ന് വരെ കടന്നു എന്ന് വരാം. പക്ഷെ ഉപാസന തുടരണം. ഒരു ഘട്ടമെത്തുമ്പോൾ ചിലപ്പോൾ ഒരു ബാക്ടീരിയ ആയിരുന്ന കാലം തൊട്ടിട്ട് ചെയ്ത എല്ലാം തീർന്നു കിട്ടും, എല്ലാ കർമ്മവും തീർന്നിട്ട്. അപ്പോൾ വിശുദ്ധി ചക്രത്തിലാണിത് പ്രാക്ടീസ് ചെയ്യുക. നീലകണ്ഠൻ്റെ കണ്ഠം, നരസിംഹത്തിൻ്റെ കണ്ഠം, ഇത് 2 നീലയാണ്. നീലലോഹിതൻ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ നീലകണ്ഠം എന്ന് പറയുന്നത് കർമ്മം കത്തിക്കാനുള്ള ഭാവമാണ്. വിഷഹാരിയാണ് ഭഗവാൻ എന്ന് പറയണത്. എന്താ വെച്ചാൽ സംസാരവശത്തിനെ ഇല്ലാണ്ടാക്കണവൻ, നമ്മുടെ കർമ്മദോഷത്തിനെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ യോഗക്രമങ്ങൾ, ഉപാസനകൾ ചെയ്യുമ്പോൾ ദുരിതം കൂടുകയല്ലേ ചെയ്യുക. അപ്പോഴാണ് ആൾക്കാർ പേടിച്ചിട്ട് വേഗം നിർത്തുക. അയ്യോ, ഞാൻ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നമായത്, അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നമായത് എന്ന് പറഞ്ഞിട്ട് നിർത്തും. ഇത് തന്നെയാണ് ഉണ്ടായത്. കാളകൂടം പുറത്തു വന്നു, എല്ലാവരും ബോധം കെട്ട് വീണു, പലരും മരിച്ചുപോയി. ചിലർക്ക് താങ്ങാൻ പറ്റില്ല. ചില ഉപാസകർ ആ ഉപാസനയുടെ ഫലമായിട്ട് പൂർവ്വകർമ്മം അങ്ങോട്ട് പൊങ്ങി വരുമ്പോൾ ചിലപ്പോൾ അതിൽ ആ ജന്മം അങ്ങോട്ട് തീരും. പിന്നെ വീണ്ടും തുടരാൻ അടുത്ത ജനിക്കണം. അത് ഭഗവാൻ സ്വീകരിച്ചു, ഭക്ഷിച്ചു. എന്നാൽ തൊണ്ടയെന്ന് താഴേക്ക് ഇറക്കിയതുമില്ല, കഴുത്തിൽ സൂക്ഷിച്ചു. വിശുദ്ധി ചക്രത്തിലാണ് സൂക്ഷിക്കേണ്ടത്. വിഷം അനാഹതത്തിലേക്കോ മണിപൂരകത്തിലേക്കോ സ്വാധിഷ്ഠാനത്തിലേക്കോ മൂലാധാരത്തിലേക്കോ മാറ്റാൻ പറ്റില്ല, മേലോട്ടും കയറ്റാൻ പറ്റില്ല. ആജ്ഞയിലേക്ക് കയറ്റാൻ മനസ്സ് സൂക്ഷിക്കും. സഹസ്രാരത്തേക്ക് പിന്നെ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ കഴുത്തിലത് സൂക്ഷിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കഴുത്തിൽ ചന്ദനം തൊടുന്നത്. ആജ്ഞാചക്രം തണുപ്പിക്കാൻ നെറ്റിയിൽ ചന്ദനം തൊടുന്നത്. ആ സംഭവം കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ സിദ്ധികൾ വരാൻ തുടങ്ങി. ചികിത്സിക്കാനുള്ള കഴിവ്, സമ്പത്തുണ്ടാക്കാനുള്ള കഴിവ്. നോക്കൂ, സമ്പത്തുണ്ടാക്കാനുള്ള കഴിവിന് മുമ്പ് ആദ്യം വന്ന എന്താ? ഒരു മനുഷ്യൻ്റെ അകത്തുള്ള അശ്രീകരമാണ് പുറത്തേക്ക് വരണം. ജ്യേഷ്ഠയാണ് ആദ്യം പുറത്ത് വന്നത്. ചേട്ട പുറത്തു പോയാലേ ശ്രീക്ക് വരാൻ പറ്റുള്ളൂ. ശ്രീ വന്നു, പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധി വന്നു. ആരെ സ്വീകരിക്കണം നോക്കി? സ്വീകരിക്കാൻ ഭഗവാനെ അല്ലാണ്ട് വേറെ ആരും കാണില്ല. ഐശ്വര്യത്തിന് എപ്പോഴും ഭഗവാന്റെ ഒപ്പം ഇരിക്കാൻ പറ്റുള്ളൂ. ലക്ഷ്മി നാരായണന്മാരായിട്ട് അങ്ങനെ ഇരുന്നു. അവരൊന്നിച്ച് വിവാഹം കഴിച്ചു. ചന്ദ്രനും അതെ. ചന്ദ്രൻ മഹാലക്ഷ്മിയുടെ ചേട്ടനാ. കാരണം ഈ അമൃതമദനത്തിൽ വരുന്നുണ്ട്. അത്രിയുടെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട്, അത് വേറെ. പക്ഷേ ഇവിടെ ചേട്ടനാണ്. പിന്നെ ധന്വന്തരി വരുന്നു, അമൃതമായിട്ട് വരുന്നു.
അനവധി രത്നങ്ങളും പലതും വരുന്നുണ്ട്. അമ്മയുടെ തൊട്ടുപുറകെ, ലക്ഷ്മിയുടെ തൊട്ടുപുറകെ വാരുണി വരുന്നുണ്ട്. വാരുണിച്ച മദ്യം. ദേവന്മാർ അവിടെ കണ്ടു പോകുമ്പോഴേക്കും അസുരന്മാർ ചാടി പിടിച്ചെടുത്തോണ്ട് പോയി. ദേവന്മാർ വാരുണിയെ സ്വന്തമാക്കാൻ ചെല്ലുമ്പോഴേക്കും അസുരന്മാർ മൊത്തം കാർട്ടൺ എടുത്തിട്ട് ഓടി. മദ്യമല്ലേ, അവർക്ക് മദ്യം വേണം, അതുകൊണ്ട് അവർ കൊണ്ടുപോയി വാരുണി. ആണ് വാരുണി സേവ എന്ന് പറയും, മദ്യസേവ. അങ്ങനെ എന്തൊക്കെ നല്ലതും ചീത്തയും വന്നോ അത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. അവസാനം രണ്ടു കൂട്ടർക്കും കലഹം വന്നു. അമൃതം വന്നപ്പോൾ ഞങ്ങളാണ് ആദ്യാവകാശികൾ, ഇവരുടെ ഭേദഭാവം വന്നു. അപ്പം രാഗദ്വേഷം കടഞ്ഞ് ബ്രഹ്മജ്ഞാനം വന്നാലും കാര്യമില്ല. മായയുടെ ആവരണം നിൽക്കുന്നിടത്തോളം ആത്മവിസ്മരണം സംഭവിച്ചു രണ്ടു കൂട്ടർക്കും. അപ്പം എന്തുണ്ടായി? മായയെ മുറിക്കാൻ മായാമോഹിനി. മായയെ മുറിക്കാനാണ്. ആ മായയെ മുറിച്ചിട്ട് അർഹതയുള്ള സൈഡിലേക്ക് കൊടുത്തു. ദ്വേഷമുള്ള ഉപാസകൻ എന്ത് ആത്മജ്ഞാനം കിട്ടിയാലും അമൃത് കിട്ടില്ല. അഹങ്കാരം കാണിക്കുന്ന ഉപാസകന്മാർക്ക് മന്ത്രശക്തിയും സിദ്ധി ഉണ്ടാവുന്നല്ലാണ്ട് അവർക്ക് ഒരിക്കലും ഭഗവാനെ കിട്ടില്ല. ഉറപ്പിച്ചു വെച്ചോളൂ. ഞാൻ സംഭവം, ഞാൻ കാളിയുടെ ഉപാസകനാണ്, കൊന്നുകളയും ഞാൻ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ നടക്കണ്ടാവും, കണ്ടിട്ടില്ലേ? ഞാൻ ശിവൻ്റെ ആളിനറിയോ, ഞാൻ ഭൈരവനാണെന്നൊക്കെ പറഞ്ഞളയും. ഞാൻ നരസിംഹത്തിനാണ് ഉപാസിക്കണം, എൻ്റെ അടുത്ത് കളിക്കണം, സൂക്ഷിച്ചിട്ട് വേണം. അങ്ങനെ ആൾക്കാരുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, ഇഷ്ടംമാരിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അന്ത്യവിധി ഇതാണെന്നാണ് പറഞ്ഞു വയ്ക്കണത്. അമൃത് കിട്ടില്ല. അതിൽ എന്തെങ്കിലും തക്കടി മുക്കടി ഒപ്പിച്ചിട്ട്, ഉപായം ഒപ്പിച്ചിട്ട് അമൃത് അടിച്ചു മാറ്റാൻ നോക്കിയാൽ സൈംഹികൻ്റെ ഗതി ഉണ്ടാവും. തല മുറിക്കപ്പെടും. രാഹുവും കേതുവുമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്ന് പറഞ്ഞ് വാ തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ് തല മുറിഞ്ഞത്. രാഹു ഒക്കെ തിന്നോണ്ടിരിക്കും. വയറ് നിറഞ്ഞല്ലോ, മതി എന്ന് പറയാൻ വയറില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് രാഹുദശയിൽ ആഗ്രഹത്തിനൊരു അറുതി ഉണ്ടാവില്ല. രാഹു ലഗ്നത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അറുതി ഉണ്ടാവില്ല. എന്നാൽ കേതുവിൻ്റെ അവസ്ഥ എന്താ? തലയില്ല, വയറ് മാത്രമേ ഉള്ളൂ. തിന്നാൻ തലയില്ലാണ്ട് വയറ് മാത്രം ഉണ്ടായിട്ട് എന്താ ഇപ്പം കാര്യം? ഒന്നും വേണ്ട. എല്ലാറ്റിനോടും മടുപ്പാണ്. അപ്പോൾ രാഹു ലഗ്നത്തിൽ നിന്നാൽ എപ്പോഴും 7 പോയിട്ട് കേതു നിൽക്കുള്ളൂ, വിവാഹസ്ഥാനത്തേ നിൽക്കുള്ളൂ. ശരീരത്തിൻ്റെ ആവശ്യങ്ങളുണ്ടാവും, പക്ഷെ ദാമ്പത്യം കൊണ്ട് സുഖം ഉണ്ടാവില്ല. വേറെ സ്ഥലങ്ങളിൽ നടക്കും, ജീവിതം നശിക്കും. രാഹുവിന് വേറൊരു ഗുണമുണ്ട്. രാഹു ഐഡിയയുടെ ആളാ. വേഷം മാറി അപ്പുറത്ത് പോയിരിക്കാമെന്ന് ചിന്തിച്ച ആളാണ്. രാഹു നന്നായിട്ട് നിൽക്കുന്ന ജാതകത്തിൽ ഷുവറായിട്ടും ആ വ്യക്തിക്ക് വളരെ രസകരമായിട്ടുള്ള ധാരണകളും ആശയങ്ങളും ഉണ്ടാവും ജീവിതത്തിനെക്കുറിച്ച്. ഫാഷൻ സെൻസ് ഭയങ്കരമായിരിക്കും, അസാധ്യ ഫാഷൻ സെൻസ് ആയിരിക്കും. മിക്ക ഫാഷൻ ഡിസൈനർമാരുടെയും ജാതകം എടുത്താൽ രാഹു അടിപൊളിയായിരിക്കും. രാഹു വെച്ചാൽ സർപ്പം, സർപ്പത്തിൻ്റെ ഭൂമി കേരളം. രാഹുവിൻ്റെ ഒരു സ്വഭാവമുണ്ട്, രാഹു മനസ്സ് ദുഷിപ്പിക്കും. എന്നാൽ ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര ആശയങ്ങളും ആയിരിക്കും. ഈ ആശയങ്ങളൊന്നും സ്വന്തം വീട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവില്ല, അന്യനാട്ടുകാർക്ക് ഉപകരിക്കുള്ളൂ. മലയാളിയുടെ അവസ്ഥയാണ്, ആലോചിച്ച് നോക്കൂ. അത് കൂടാണ്ട് രാഹുവിൻ്റെ സ്വഭാവം ജനിച്ച സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല, വിദേശത്തേക്ക് അയച്ചുകൊണ്ടേയിരിക്കും. ചരിത്രാതീത കാലം തൊട്ടിട്ടേ കേരളത്തിലുള്ളവരാണ് പുറത്ത് പോയിട്ട് കച്ചവടം ചെയ്തിട്ടുള്ളത്. ഏത് പുതിയ നാടുണ്ടായാലും അവിടെ ഉണ്ടാവും. അന്റാർട്ടിക്ക വരെ ഉണ്ടെന്നല്ലേ പറയണത്, ചായക്കടയായിട്ട്. അപ്പോൾ രാഹുവിൻ്റെ സ്വഭാവം അതാണ്. ഇരിക്കണ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇരിക്കാൻ സമ്മതിക്കില്ല. ശനി ദശയിൽ രാഹുവിൻ്റെ അപഹാരം വരുമ്പോൾ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കണവനാണെങ്കിലും കുടുംബം വിട്ട് പോയിരിക്കും, ഉറപ്പാണ്. ശനി ദശയിലെ രാഹുവിൻ്റെ അപഹാരമാണ് ഏറ്റവും വേഴ്സ്റ്റ്, ഒരു ജാതകത്തിൽ വരുന്ന ഏറ്റവും വേഴ്സ്റ്റ്. അത് ശനി നല്ലതാണെങ്കിൽ പോലും അപൂർവമാണ്. എല്ലാവർക്കും ശനി നന്നാവില്ല. ശനി നന്നായ രാജാവായിരിക്കും ആൾ. ഇന്ന് നമ്മുടെ മലയാളത്തിൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധ നടൻ, ഇപ്പം അയാളുടെ ശനിയാണ് നടക്കുന്നത്. പക്ഷെ അയാൾ കത്തി നിൽക്കുക. കാരണം നമ്മൾ സാധാരണ ശനിദശയിൽ എല്ലാവരും നശിച്ച് വീഴണേ കാണുക, ഇങ്ങനെ കത്തി നിൽക്കുക. അത് പൂർവ്വകർമ്മം അത്ര നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലേ ശനി അങ്ങനെ നന്നാവുള്ളൂ. പക്ഷെ രാഹു വരും, ആ സമയത്ത് ഏത് കൊലകൊമ്പനും അടിതെറ്റും. ഗജേന്ദ്രൻ ശനിദശയിൽ രാഹുവിലാണ് ഇത് സംഭവിക്കുന്നത്, പെടുന്നത്. അത് കഴിഞ്ഞ് ശനി കഴിഞ്ഞ് വ്യാഴം തുടങ്ങും അപഹാരം. അപ്പോൾ ഈശ്വരചിന്തയൊക്കെ വരും, അപ്പോഴാണ് സ്തുതി.
അത് കഴിഞ്ഞാൽ വ്യാഴദശ തുടങ്ങും. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടും, മോക്ഷം കിട്ടും. ഞാനൊരു സങ്കല്പത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ഗജേന്ദ്രൻ്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞൊന്നുമല്ല. ഇനി അതൊന്നും വിചാരിക്കണ്ട. എല്ലാം ഭാഗവതത്തിലുള്ളതാണോ പറയണതെന്ന് ചിന്തിക്കണ്ട, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അകത്ത് കയറണമല്ലോ, അല്ലാണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഇന്നലെ നരസിംഹാവതാരം ഇവിടെ ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ കുറേ വിളക്ക് വയ്ക്കാം, പന്തം വയ്ക്കാം, ഫ്ലിക്കർ ലൈറ്റ് വയ്ക്കാം, അതവിടെ ഡിസ്കോ ലൈറ്റൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങൾ ചെയ്യാറുണ്ട്. പുഷ്പവൃഷ്ടി നടത്താം, ഇഫക്റ്റുകൾ ഉണ്ടാക്കാം. പക്ഷെ അകത്ത് കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ അതെവിടുന്ന് കിട്ടണം? ഭാഗവതം കേട്ടന്നെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതം വായിച്ച് ആ ഇഫക്റ്റ് ഉണ്ടാക്കും. എന്താണെങ്കിലും ഇവർ ഈ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രപർവ്വതമാകണ കടകോൽ ഉറഞ്ഞു പോയപ്പോൾ അതിനെ ഉറപ്പിക്കാൻ ഭഗവാൻ ആമയുടെ രൂപമെടുത്ത് അതിൻ്റെ താഴെ വന്നു. ഏത് ദീപസ്തംഭത്തിൻ്റെ താഴെയും ആമയുണ്ടാവും. കൂർമ്മം. എന്താ കൂർമ്മെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം. കൂർമ്മം പ്രാണനാണ്, ശ്വാസമാണ്. യോഗവിദ്യയിൽ സുഷുമ്നയിൽ കൂടെ കുണ്ടലിനെ ഓരോ ചക്രമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടയും പെങ്ങളെയും വെച്ച് കടഞ്ഞിട്ട് രാഗം ദ്വേഷവും കൂടെ ചേർന്നിട്ട് ഇടയും പെങ്ങളെയും കടഞ്ഞ് കൊണ്ടുവരുമ്പോൾ സ്റ്റക്കാവും. സാധനയിൽ പ്രശ്നങ്ങൾ വരും. ശരീരം വിറക്കണ പോലെയും, ചിലപ്പോൾ പനി പിടിച്ച പോലെയും, ചിലപ്പോൾ ബുദ്ധിമാന്ദ്യം വരണത് പോലെയും, ചിത്തഭ്രമം ഉണ്ടാവണ പോലെയും ഒക്കെ തോന്നാം. ആ സമയത്ത് പ്രാണായാമം കൃത്യമായിട്ട് ചെയ്താൽ പടിയായിട്ട് ഉയരാൻ സാധിക്കും. അതാണ് പ്രാണനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, കടച്ചില്ല. അതാണ് കൂർമ്മം. കൂർമ്മം വെച്ചാൽ പ്രാണൻ, മനസ്സിലാക്കിക്കൊള്ളാം. അല്ലാണ്ട് ഏതോ ഒരു വലിയൊരു ആമ വന്ന് അതിൻ്റെ താഴെ ഇരുന്നതല്ല. അപ്പോൾ കൂർമാവതാരവും പറഞ്ഞു. ഈ മറ്റ് അവതാരങ്ങളെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തു പോയി. ഇപ്പോൾ നമ്മൾ കൂർമാവതാരം കഴിഞ്ഞ് നിൽക്കുകയാണ് വായനയിൽ. എന്താണെങ്കിലും ഇതിൻ്റെ അവസാനത്തിൽ അമൃത് കിട്ടി. ആ അമൃതിനെ മോഹിനി ദേവന്മാർക്കായിട്ട് കൊടുത്തു. രാഹു അതിനെ പങ്കുപറ്റാൻ നോക്കി. സിംഹികയുടെ പുത്രൻ സൈംഹികയൻ അവൻ്റെ ശിരസ്സും ഉടലും വെവ്വേറെയാക്കി അവർക്ക് ഗ്രഹപദവി കൊടുത്തു. ആ രാഹു തങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്നത് ചൂണ്ടിക്കാണിച്ച് ഭഗവാന് കാണിച്ചു കൊടുത്തത് സൂര്യനും ചന്ദ്രനുമാണെന്നാണ്. അതായത് ദ്വേഷത്തിൻ്റെ ഒരു അംശമെങ്കിലും നമ്മളിലേക്ക് വരുന്നത് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ നിരീക്ഷണ ശക്തിയാണ്. പകൽ നേരത്ത് ലോകം മുഴുവൻ നോക്കിക്കാണുന്ന സൂര്യനും രാത്രികാലങ്ങളിൽ നോക്കിക്കാണുന്ന ചന്ദ്രനുമാണ്. നമ്മൾ സദാ ഉപാസനയിൽ മുഴുകിയിരിക്കുമ്പോഴും മതിമറക്കരുത്. നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒബ്സർവേഷനാണ് സൂര്യനും ചന്ദ്രനും. ആ സൂര്യനും ചന്ദ്രനും കാണുന്നത് ഒരു ദുർവിചാരം അകത്ത് കയറിയിട്ടുണ്ട്, വെട്ടിക്കോ. ആ ദുർവിചാരത്തിനെ വെട്ടി. ആ മായയുടെ അവസാന അംശം അമൃത് കഴിക്കണ നേരത്ത് കടന്നുകൂടുന്ന അവസാനത്തെ ഒരു ദുർവിചാരം, അതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം നമ്മുടെ സെൽഫ് ഒബ്സർവേഷനാണ്. അതിനെ മുറിച്ച് ഗ്രഹപദവി കൊടുത്തു. ഈ മോഹിനിയുടെ രൂപം കണ്ട് ആ ഭഗവാന് മഹാദേവൻ ആ രൂപം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി എന്ന് മാത്രമേ പറയണുള്ളൂ. ഭാഗവതത്തിൽ ശാസ്താവിൻ്റെ ജനനമൊന്നും നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കില്ല. അത് മിക്ക പുരാണങ്ങളിലും ഇല്ല ശരിക്കും. അത് പിൻകാലത്ത് പ്രക്ഷിപ്തമായി വന്നിട്ടുള്ള കഥയാണ്. എന്താണെങ്കിലും പാലാഴിമഥനത്തിൻ്റെ ഈ കഥ ഒന്ന് ചുരുക്കി പറയണു. അപ്പോൾ അസുരന്മാരുടെ നേതാവായിരുന്നത് അക്കാലത്ത് മഹാബലിയാണ്. ബലി ആ അമൃത് പൂർണ്ണമായിട്ടും ദേവന്മാർക്ക് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബലിയുടെ നേതൃത്വത്തിൽ അസുരന്മാർ കോപിച്ച് ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അസുരന്മാർ ഓൾറെഡി പാലാഴി കടഞ്ഞ് തളർന്നിരുന്നതാണ്. ദേവന്മാരാകട്ടെ അമൃത് കുടിച്ച് കൂടുതൽ ശക്തിയായി. അതുകൊണ്ട് യുദ്ധത്തിൽ സർവനാശം സംഭവിച്ചു. ബലി കൊല്ലപ്പെട്ടു. പക്ഷെ ബലിയെ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ശുക്രാചാര്യർ വീണ്ടും ജീവിപ്പിച്ചു. കാരണം എന്നാലേ നമുക്കിനി അടുത്ത വലിയൊരു അവതാരത്തിലേക്കുള്ള വഴി തുറക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ശുക്രൻ വഴി ബലിയുടെ സഞ്ജീവനം കഴിയുമ്പോഴാണ് മഹാദേവൻ മോഹിനിയുടെ രൂപം കാണണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നതും ഭഗവാൻ മോഹിനി രൂപം കാണിച്ചു കൊടുക്കുന്നതും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇത് അവസാനിപ്പിക്കും. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.